ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ ബാംഗ്ലൂർ ബസവനഗുഡിയിലുള്ള ദൊഡ്ഡെ ബസവനഗുഡി അഥവാ ബുൾ ടെമ്പിളിലാണ് ഉള്ളത്. മെജസ്റ്റിക്കിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ബട്ടറിൽ പൊതിഞ്ഞ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. 4 വർഷം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ബട്ടർ ഒരിക്കലും ഉരുകിപ്പോകില്ല എന്നത് അതിശയകരമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവ സീസണാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഉത്സവം. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നതെല്ലാം. വിശ്വാസികളും ടൂറിസ്റ്റുകളും വരാറുള്ള ഈ സ്ഥലം വളരെ ഫേമസ് ആണ്. ഇതിനകത്ത് തന്നെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ബ്യൂഗിൾ റോക്ക് എന്ന ഒരു ഗാർഡനുമുണ്ട്. ഇനി നന്ദിക്ഷേത്ര വിശേഷങ്ങൾ നോക്കാം. 15 അടി ഉയരവും 20 അടിയോളം നീളവുമുള്ള നന്ദി രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ അവസാന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ക്ഷേത്ര പരിസരത്ത് നിലക്കടല മേള നടത്തുകയും ദേവന് നിലക്കടല സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ടൈമാണ്. ഇതിനെ കടലേക്കായ് പരേശ എന്നാണ് പറയുന്നത്. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഏകദേശം 100-150 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ, അതായത് ബസവനഗുഡി, ഒരു കൃഷിയിടമായിരുന്നു. നിലക്കടലയാണ് കൃഷി ചെയ്തിരുന്നത്. എല്ലാ പൗർണമി രാത്രികളിലും ഒരു കാള കൃഷിയിടത്തിലേക്ക് കയറി നാശം വരുത്തിക്കൊണ്ടേയിരുന്നു. കനത്ത നാശനഷ്ടത്തിലേക്ക് പോയ കർഷകർ കാളയെ നേരിടാൻ തീരുമാനിച്ചു. അത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെ പിന്തുടർന്നോടുകയും കുന്നിൻ മുകളിലെത്തിയ കാള അപ്രത്യക്ഷമായെന്നും പകരം അവിടെ നന്ദിയുടെ വിഗ്രഹം കണ്ടെത്തിയെന്നുമാണ് കഥ. വിഗ്രഹം എല്ലാവരെയും അതിശയപ്പെടുത്തി വളരാൻ തുടങ്ങി. തുടർന്ന് കർഷകൻ ശിവനെ പ്രീതിപ്പെടുത്തി 3 ശൂലങ്ങളുള്ള അയൺ പ്ലേറ്റ് തലയിൽ വെച്ചു പിടിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ വളർച്ച നിലയ്ക്കുകയും ചെയ്തു. കാളയുടെ രൂപവും വിഗ്രഹത്തിൻ്റെ കണ്ടെത്തലും ദൈവിക അടയാളമായി വ്യാഖ്യാനിച്ച കർഷകർ തങ്ങളുടെ ആദ്യ വിള നന്ദിക്കു സമർപ്പിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് ക്ഷേത്രം നിർമ്മിക്കുകയും തങ്ങളുടെ കൃഷിയുടെ ആദ്യ വിളവ് നന്ദിക്ക് സമർപ്പിക്കുകയും ചെയ്തു വരുന്നു. അത് ഇന്നും തുടരുന്നു. അതാണ് കഥ. മേളയോടനുബന്ധിച്ച് ഒരുപാട് കച്ചവടക്കാരും കർഷകരും ഇവിടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി എത്താറുണ്ട്. താരതമ്യേന എല്ലാത്തിനും വിലക്കുറവായി തോന്നി. ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള പാർക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടത്ര സേഫ്റ്റി ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. റോഡിന് സൈഡിലായിട്ട് നിലക്കടല വിൽക്കുന്നുണ്ടായിരുന്നു. താരതമ്യേന വിലക്കുറവായതിനാൽ ഞങ്ങൾ നിലക്കടല വാങ്ങിച്ചു. മേളയായതുകൊണ്ട് എല്ലാ ഐറ്റംസിനും വില കുറവായിരുന്നു. ബാംഗ്ലൂരിലേക്ക് വരുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യണേ. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.